അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ നോക്കണ ആലിനെ കാണാനില്ലേ? ഇപ്പോൾ വരാം, ഇതാ പറഞ്ഞു. രാവിലെ തന്നെ നമ്മൾ പണിയായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് വാഴ നടാമെന്ന് ഉദ്ദേശിച്ചേട്ടാ. അപ്പോൾ നമ്മളിവിടെയാണ് വാഴ ഇറങ്ങുന്നത് കേട്ടോ. ഫുള്ള് ഫെൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ പാച്ച് വർക്കുകളൊക്കെ അങ്ങുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ വാഴ ഇറങ്ങുന്നത്. ഇത് ഫുള്ളും കാണും കേട്ടോ. കൃഷിഭവനിൽ നിന്ന് കുറച്ച് തെങ്ങും തൈ വാങ്ങിച്ച് അതാണ്ട് ഇവിടെ വച്ചിട്ടുണ്ട്. ഒരു 4-5 വാങ്ങിച്ചു കേട്ടോ. 50 രൂപയേ ഒരെണ്ണം. പിന്നെ കുറച്ച് നമ്മൾ അവിടെ മുറിച്ച വാഴയിലെ പൂവിൻ്റെ കന്ന് കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാണ് 4 ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഉടനെ നടണം. അവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ നടാം. മഴ ഒന്നിനും സമ്മതിക്കില്ല. വല്ലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടക്കനെ പെയ്യും. മൊത്തത്തിൽ കുളമാവും. നനഞ്ഞ് ഊപ്പാട് വന്നു പരുവാവും. ഏകദേശം ചോറ കഴിച്ചിട്ട് നേരെ വന്ന് വെള്ളമെല്ലാം കുടിച്ച് സെറ്റായി കേട്ടോ. സമയം ഇപ്പം 2:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വർക്ക് എന്ന് പറയണത് ഞാൻ ലാസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയി 2 കുഴി എടുത്ത് വെച്ചു കേട്ടോ. 2 കുഴി എടുത്ത് വെച്ചിട്ടുണ്ട്. സംഭവം വേണ്ട ഇവിടെ ഒരെണ്ണം എടുത്ത്, അതുകൊണ്ട് അവിടെ ഒരെണ്ണം എടുത്ത് കേട്ടോ. അപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇതുണ്ട്, സ്ലാബ് കോൺക്രീറ്റ്. ഇത് പഴയ വീട് ഇരുന്ന സ്ഥലമാണ് കേട്ടോ. ഈ കോൺക്രീറ്റിനെ അടിച്ചു പൊട്ടിച്ചാലേ ഇവിടെ കുഴി എടുക്കാൻ പറ്റും. അത്യാവശ്യം കട്ടിയുണ്ട്, എങ്കിലും അടിച്ചു പൊട്ടിച്ചാളാവും. ഉണ്ടോ? സ്ലാബുണ്ട്, സ്ലാബ് ചെറിയ കോൺക്രീറ്റിൻ്റെ ഇതാണ്. പൊട്ടിച്ച് ഇളവും കേട്ടോ. ഇളവും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത്തിരി ബലം കൊടുക്കണം. ഇത് മുമ്പ് ഇവിടെ പഴയ വീട് ഉണ്ടായിരുന്നു. ആ വീടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ. അത്യാവശ്യം വലിയ വീടായിരുന്നു കേട്ടോ. ഈ ലെവലിന് കുഴിയെടുക്കാം. ഇനി അടുത്തത് ഇവിടെ വരും. അടുത്ത വഴി ഈ ഒരു ഭാഗത്ത് വരും. ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കയറ് കെട്ടിയിട്ടുണ്ട്, ലെവൽ അറിയാൻ വേണ്ടിയാണ് കയറ് സെറ്റപ്പായിട്ട് കെട്ടിയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ കുഴിയെടുക്കുമ്പോൾ ഏങ്കോണിച്ച് പോകും, ഒരുമാതിരി വൃത്തികേടായിപ്പോവും. ഗൈസ്, കുറച്ച് ടഫായിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതിപ്പോൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കല്ലാണ്. അപ്പോൾ ഈ നമ്മട്ടി വെച്ച് വലിച്ചളക്കി കേട്ടോ. ഇത് പാട് വിട്ടുപോയി. പിക്കാസ് ഇല്ലാത്തതുകൊണ്ടേ. പിക്കാസ് ഉണ്ട് കേട്ടോ, എടുക്കാൻ മറന്നുപോയി നമ്മൾ. ഇതാണ് ഇത് ടഫായിട്ടുള്ള ജോലി. ഇത് ഇളവൂല, ഒരുവിധം എങ്ങനെയെങ്കിലും ഇളക്കി. ഓ, നല്ല വെയിറ്റ് ഉണ്ട്. പഴയ വീട്ടിൻ്റെ ഫൗണ്ടേഷനാണിത്. അന്നത്തെ കാലത്ത് കാട്ടുകല്ല് ഉപയോഗിച്ചാണ് ഫൗണ്ടേഷനായി കെട്ടുന്നത്. ലെവലായിട്ടുണ്ട്. കുറച്ച് അധികം കുഴി എടുത്തിട്ടുണ്ട്. അവിടെ ഒന്നെടുത്ത്, ഇവിടെ രണ്ടാമത്തത് ഇങ്ങനെ സ്ട്രൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് 12 കുഴി അടുപ്പിച്ചെടുത്ത്. സമയം ഇപ്പം 4:30 എങ്ങാണ്ടായി. 4:30-5 മണിയായി. 3 പൂവൻ്റെ കന്ന് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. 3 പൊടിച്ചു കേട്ടോ. അതുകൊണ്ട് ഇത് ഒരെണ്ണമാണ്. അവിടെ നിന്ന് ഇളക്കിയ വാഴയില കന്നാണ്. ഇവിടെ രണ്ടാമത്തത്, മൂന്നാമത്തതാണ്ട് ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ഇളക്കിയ വാഴയില കന്ന് 2 ദിവസം നമ്മൾ വെയിലത്ത് വെച്ചിട്ട്, 3 ദിവസം വെയിലത്ത് വെച്ചിട്ട് നട്ട്. ഇനി പൊടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പൊങ്ങിയതിന് ശേഷം ഒരു 4-5 ഇല വന്നതിന് ശേഷം ആദ്യത്തെ വളം ഇടും. അടിവളം ഇട്ടിട്ടുണ്ട്. കുറച്ചൊന്ന് പൊങ്ങി വന്നതിന് ശേഷം ഒരു 2-3 ഇല ആയതിനു ശേഷം നമ്മൾ അടുത്ത് ഫസ്റ്റ് വളം ഇടും കേട്ടോ. ഗൈസ്, ഇപ്പോൾ ഒരു മുട്ടൻ പണി യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മളെ മിക്സ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യില്ല യൂട്യൂബ്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 400+ നമുക്ക്
വ്യൂസ് ഉണ്ടായിരുന്നു. ടക്കനെ സഡനായിട്ട് 100-ന് താഴെയായി. ആദ്യം 100 115 ആയി. പിന്നെ ടക്കനെ സഡനായിട്ട് അതിനും താഴെയായി. അപ്പോൾ ഞാൻ അപ്പോൾ അവിടെ പെട്ടിരിക്കുകയാണ്. വ്യൂസും ഇല്ല, പിന്നെ നമ്മളെ ചാനൽ ഇമ്പ്രൂവ് ആയിട്ട് റെക്കമെൻഡായിട്ട് പോകണമെന്നുമില്ല. അതാണിപ്പോൾ അപ്പോൾ അവിടെ പെട്ടിരിക്കുന്നത്. ഗൈസ്, പപ്പ നട്ട് കേട്ടാ, 2-3 പപ്പ കൊണ്ട് നട്ട്. ഇന്നാൾ നമ്മൾ പാവിയതെല്ലാം മൊത്തം അഴുകിപ്പോയി. ഇത് കൊണ്ട് നട്ട് വലുതായപ്പോൾ ഇത് ആൺപപ്പ, അത് പെൺപപ്പ, ഇത് ആൺപപ്പയായിപ്പോയി. ഗൈസ്, പിന്നെ നമ്മളിവിടെ ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ, കണ്ടിതാണ് പ്ലാവ്. സംഭവം ഇത് നല്ല കാച്ചുകൊണ്ടിരുന്നതാണ്, നിറയെ ചക്ക ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇത് സഡനായിട്ട് ചക്ക കായ്ക്കാതായി. ഉണ്ട് എങ്കിലും നേരത്തെ തന്നെ അത്ര ചക്കയില്ല. 1 ചക്ക, 2 ചക്ക, 3 ചക്ക, 4 ചക്ക അങ്ങനെയൊക്കെയാണ് കായ്ക്കുന്നത്. ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടല്ലോ, വേലിച്ചീര എന്നാണ് നമ്മൾ പറയണത്. പക്ഷേ അപാര ടേസ്റ്റ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നമ്മൾ മെഴുക്ക് കൂട്ടണം, തേങ്ങയൊക്കെ തിരുവിയിട്ട്, എൻ്റെ പൊന്നെ കിടിലും ആയിരിക്കും. ആ ഒരു കറി മാത്രം മതി ചോറിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് എന്താണെന്നോ ഞാൻ ഇവിടെ നോക്കിയിട്ട് ഇവിടെ സൈഡിൽ കൊടുത്തേക്കാമേ. ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്തോട്ടുള്ളൊരു കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മറ്റുള്ള സ്ഥലത്തുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വിറ്റാമിൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഫൈബറൊക്കെ ഇഷ്ടം പോലെയുള്ള സാധനം എന്നാണ് പറയുന്നത്. ഗൈസ്, ഇന്നത്തെ നമ്മളെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് 6:57, 7 മണിയാകുമ്പോൾ പോണ്. ഇന്നത്തെ നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വർക്കെല്ലാം കഴിഞ്ഞ് ഇനി നാളെ കേട്ടോ. ഇവിടെ എല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്, അവിടെയും കുഴിയെടുത്ത് കേട്ടോ. നമുക്ക് നാളെ വന്നിട്ട് ബാക്കി ചെയ്യണം. ഭയങ്കര കൊതു കേട്ടോ. എൻ്റെ പൊന്നു കാഴ്ച പറിച്ചിളഞ്ഞു. ഗൈസ്, അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാമേ. ഇനി എനിക്ക് വണ്ടി എടുക്കാൻ പോകണം. പിന്നെ വേറെ എന്തെങ്കിലും കട്ടൻ ചായ കുടിക്കണം. ഞാൻ കുടിച്ചില്ല, മറന്നുപോയി. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ. ഗൈസ്, തിരിച്ച് വീട്ടിൽ വന്നു. സമയം ഇപ്പം 8:10 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറും കഴിച്ചിട്ട് നേരെ കുളിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. ചോറുണ്ട്, പിന്നെ ചക്ക അവിയലുണ്ട്, ഒരു മുട്ടയുണ്ട്, ഒഴിച്ചു കൂട്ടാനുണ്ട്. ഇത് ചീര മെഴുക്കുവരട്ടി കേട്ടോ. ചീര മെഴുക്കുവരട്ടിൽ തേങ്ങ അരിഞ്ഞിട്ടതാണ്. ഈ സമയം പെട്ടെന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. പെട്ടെന്ന് കഴിച്ചിട്ട് കുറച്ച് TV കണ്ടിട്ടേ കിടന്നുറങ്ങണുള്ളൂ. കുറച്ച് മുട്ട എടുത്ത് ഇങ്ങോട്ട് വെച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. ആഹാ, സൂപ്പർ. ഇത് ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഈ സാധനമാണ് കേട്ടോ. മുട്ട പകുതി വേവിച്ചാണ് കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ അടുത്ത ദിവസമാണ് നമ്മൾ രാവിലെ തന്നെ നമ്മൾ പണിയെല്ലാം തുടങ്ങി. ഇപ്പോൾ കുഴിയെല്ലാം എടുത്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. ഒരു സെറ്റ് കുഴിയെല്ലാം എടുത്ത് തീർന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ കുമ്മായി ഇടാൻ പോവേന്. ഇവിടെ കുമ്മായി ഇടാൻ പോവേന്. കുമ്മായി മീൻസ് നമ്മൾ ഇതില്ലേ കക്ക നീറ്റ് ചെയ്ത് കേട്ടോ. ശകലം ഇട്ട് കൊടുത്താൽ മതി. അല്ലേ ചിലപ്പോൾ തികയില്ല. കാര്യം എന്ന് പറഞ്ഞാലേ ബാക്കിയെല്ലാം കുഴിയിൽ വിട്ട്. അടുത്ത് വേറെ സെറ്റ് ഇത് വാങ്ങിക്കണം.
ഗൈസ് കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞ് രാവിലെ നമ്മൾ ഏകദേശം ഒരു 10 മണിക്ക് വന്നതാണ് കേട്ടോ. കംപ്ലീറ്റ് കുഴിയെടുത്ത് കഴിഞ്ഞ് ഉണ്ടല്ലോ കുമ്മായ വിട്ട് കേട്ടോ. കുമ്മായ വിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വാഴക്കന്നും കാര്യങ്ങൾക്കും മാത്രം എടുത്താൽ മതി. ഒരു മുളക് പറിച്ച് മാറ്റിയിടേണ്ടി വന്നു കേട്ടോ. ചെറുതായിട്ട് വാടിയിരിക്കുന്നു. നാളെ റെഡിയാവുമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് മാറ്റിയിടേണ്ടി വന്നു. കയറ് കെട്ടി ലെവൽ നോക്കിയപ്പോഴേ അവിടെ തന്നെ കുഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് വലിച്ചു പിടിച്ച് മാറ്റിയിട്ടു. ഗൈസ് പിന്നെ ഒരു വാഴ ചെറുതായിട്ട് ഡാമേജ് വന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഇവിടെ നിന്നൊരു ചെറിയ റബ്ബറിൻ്റെ കുറ്റി ഇതുണ്ടായിരുന്നു. ചെറിയ റബ്ബർ ഉണ്ടായിരുന്നു, കുറ്റി റബ്ബർ, കേടായ റബ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചുകൂടെ വെയിൽ കിട്ടാൻ വേണ്ടി അതിനെ അങ്ങ് മുറിച്ചപ്പം ശകല ഇലൊന്ന് അടിച്ച് അതിൻ്റെ ഇലയൊക്കെ ചെറുതായിട്ട് ഓടിച്ചു. കുഴപ്പമില്ല, മണ്ട ഒന്നും പോയിട്ടില്ല, തടയും പോയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആ കൊല വളയും. ഇലയൊന്നും വെട്ടില്ല കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഇട്ടാക്കാൻ പോവുകയാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വേലിച്ചീരയില്ലേ, മധുരച്ചീര, അതിന് നമ്മൾ പുഴുത വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. അതിനെടുത്ത് നടണം. അങ്ങനെ ചെറിയ ചെറിയ ജോലികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സമയം ഇപ്പം 5:30 എങ്ങാണ്ടായി കേട്ടോ. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ ചോറുണ്ട്, മീൻകറിയുണ്ട്, മുട്ടയുണ്ട്, തോരനുണ്ട്. 3 ഐറ്റം കൊണ്ട് വെച്ച് കഴിക്കാൻ പോവുകയാണ്. മുട്ട പൊട്ടിപ്പോയി കേട്ടോ. ചീര തോന്നുന്നുണ്ടോ? എന്നാൽ മറ്റേ ചീര, വേലിച്ചീര. മീൻകറിയാണ് കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ. കശി നേരെ കിടന്ന് ഉറങ്ങണം.